വീണ്ടും സ്വാഗതം. കൊല്ലം ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ ചർച്ചയിലുള്ളത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കണക്കുകൾ വ്യത്യസ്തങ്ങളായ കഥകൾ പറയുന്നുണ്ട് എങ്കിലും LDF നും UDF നും ഒരുപോലെ വലിയ ആത്മവിശ്വാസം അവിടെ ഉണ്ട് വിജയിക്കുമെന്ന കാര്യത്തിൽ. അതിന് അവർക്ക് കാരണങ്ങളുമുണ്ട്. അത്തരം കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രണ്ട് മുന്നണികളുടെയും അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണം തേടുകയാണ് നമ്മൾ ഇനി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF 53% വോട്ടും UDF 33.8% വോട്ടും ലഭിച്ച ജില്ലയാണ് കൊല്ലം ജില്ല. കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1,73,000 വോട്ടിൻ്റെ മുൻതൂക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാറുള്ളത്. 7 അസംബ്ലി മണ്ഡലങ്ങളിലും LDF വിജയിച്ചിട്ടുള്ള ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലം. 2 ഗ്രാമപഞ്ചായത്ത് ഒഴികെ എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഭരണം കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ LDF-നാണ്. 6 രാഷ്ട്രീയ പാർട്ടികളടങ്ങുന്ന LDF 10 രാഷ്ട്രീയ പാർട്ടികളടക്കുന്ന മുന്നണിയായി വിപുലീകരിച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിനും LDF-ന് നല്ല മേൽക്കൈ ലഭിക്കുന്ന സാഹചര്യമാണ് കേരളത്തിലുണ്ടായത്. LDF-ൻ്റെ വിപുലീകരണവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ R. ബാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് B LDF-ന് അനുകൂലമായി വന്നു. CMB എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി CPM-ൽ ലയിക്കുകയും LDF-ന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രളയക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം നടത്തിയത് LDF ഗവൺമെൻറ്റാണ്. കൊല്ലത്തെ മേയറെയും ഇരുവരും MLA നൗഷാദിനെയും ഉൾപ്പെടുത്തി പ്രോഗ്രാം തയ്യാറാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ. മേയറെ ഒഴിവാക്കിയിട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP-യുടെ MP മുരളീധരനെ ഉൾപ്പെടുത്തിയത് എന്തിനാണ്? നൗഷാദ് MLA-യെ പ്രോഗ്രാം നോട്ടീസിൽ പേര് വെച്ച് ക്ഷണിച്ചിട്ട് ഒഴിവാക്കി. പകരം BJP-യുടെ MLA ആയിട്ടുള്ള O. രാജഗോപാലിനെ പങ്കെടുപ്പിച്ചത് എന്തിനാണ്? കൊല്ലം ജില്ലയിൽ നിന്നുള്ള മറ്റൊരു MP ആണല്ലോ ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. പത്തനാപുരവും കൊട്ടാരക്കരയും പുന്നത്തൂരും അടങ്ങുന്ന മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിലെ സിറ്റിംഗ് MP ആണല്ലോ കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹത്തെ പോലും ഉൾപ്പെടുത്തണമെന്ന് പറയാൻ കൊല്ലത്തെ സിറ്റിംഗ് MP എന്തുകൊണ്ട് തയ്യാറായില്ല? കോൺഗ്രസിനേക്കാൾ വലിയ ചങ്ങാത്തം ഇപ്പോൾ BJP-യായിട്ടാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലയിലത്തേക്കുള്ള സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെതിരായിട്ട് LDF-ന് അനുകൂലമായിട്ട് വരുന്ന രാഷ്ട്രീയ ഘടകങ്ങളായി കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ട്. അല്ല, 2009-ലെയും 2014-ലും ഇതിന് സമാനമായ സ്ഥിതിയാണ്. ഇതിലെ എല്ലാ 7 മണ്ഡലങ്ങളും LDF-ന് 2009-ൽ 2006-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം 7 മണ്ഡലങ്ങളും LDF-ന് തന്നെയായിരുന്നു ഭൂരിപക്ഷം, എല്ലാ MLA-മാരും. 2014-ൽ ചവറ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവരുടെ MLA-മാരായിരുന്നു. എന്നിട്ട് പോലും ഈ 2 തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു എന്നുള്ളതിൽ തെളിയിക്കുന്നത് എന്നും കൊല്ലം ജനത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വ്യത്യസ്തമായ നിലയിൽ മാത്രമേ സമീപിച്ചിട്ടുള്ളൂ. ഇവിടെ മാത്രമല്ല, 1980-ൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് ശ്രീകണ്ഠൻ ചേട്ടൻ അടക്കം പരാജയപ്പെട്ടു. 3 ആഴ്ച കഴിഞ്ഞ്, വെറും 3 ആഴ്ച കഴിഞ്ഞ് നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റും വന്ന് ഇടതുപക്ഷ മുന്നണി വിജയിച്ചു. എന്നാൽ അത് കൊല്ലത്തിൻ്റെ ഒരു പാരമ്പര്യമാണ്, ചരിത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കിയ പ്രധാനമായി ദേശീയ രാഷ്ട്രീയം തന്നെ. ഇത് ഫാസിസത്തിന് നേരെയുള്ള പോരാട്ടമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ രാജ്യത്തിൻ്റെ നമ്മൾ കാത്തു സൂക്ഷിച്ചിരുന്ന മൂല്യങ്ങളെ തകർത്തുകൊണ്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും രാഷ്ട്രീയം പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ മാനവ മനസ്സുകളുടെ മുറിവുകൾ ഉണക്കി ഒറ്റക്കെട്ടായി അതിനെ നേരിട്ടുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുക, ഈ ഭരണത്തിന് അറുതി വരുത്തുക. ഈ കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ പ്രതികരണങ്ങൾ നമുക്ക് ഇനി ബിനിൽ സാബുവിലേക്ക് ഒരിക്കൽ കൂടി പോകണം. ബിനിൽ, നോക്കൂ, കൊല്ലം വലിയ തീപാറും പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA-ക്ക് പ്രതീക്ഷ നൽകുന്ന ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിരുന്നു, ഒരു മണ്ഡലത്തിലെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ. പക്ഷേ ഇത്തവണ പൊതുവെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നുവെന്ന ദുഷ്പേര് അവർ കേൾക്കുന്നുമുണ്ട്. അത് പ്രേമേന്ദ്രന് വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്നുള്ള പ്രചരണവും നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഏതു നിലയ്ക്കാണ് അവിടെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കാൻ പോകുന്നത്?
പ്രേമേന്ദ്രൻ ഇപ്പോഴും ഏറ്റവും കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയായി തന്നെ നിൽക്കുന്നുണ്ടോ, അതോ കഴിഞ്ഞ തവണത്തെ പിണറായി വിജയന്റെ പരനാറി പ്രയോഗം അടക്കമുള്ളവ അവസാന ഘട്ടത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട സാഹചര്യം എന്നിവയെല്ലാം ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലെ വിജയമായിരുന്നോ, അതോ ആ തരത്തിലുള്ള ടെമ്പോ ഇപ്പോഴും നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഒപ്പം ഈ പറയുന്ന കെ എൻ ബാലഗോപാലിന്റെ വരവ് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ലെഫ്റ്റിന്? നിഷാദ്, രണ്ട് മുന്നണികൾ, ഇടതുമുന്നണിക്കായാലും ഐക്യജനാധിപത്യ മുന്നണിക്കായാലും രണ്ട് കൂട്ടരും വളരെയധികം പ്രതീക്ഷയിലാണ് മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന, അതായത് കഴിഞ്ഞ തവണ ഇത്രയും വളരെയധികം 37,000-ലധികം ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. ആ ഒരു സാഹചര്യം ഇപ്പോഴും തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നതെന്ന് തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രനും അതോടൊപ്പം തന്നെ UDF-ഉം കരുതുന്നത്. ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തനിക്ക് അത്തരം ഒരു അനുഭവമാണ്, ആ അനുഭവമാണ് തനിക്ക് ലഭിക്കുന്നതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ തന്നെ പലപ്പോൾ തന്നെയായിട്ട് ഈ പ്രചരണത്തിനിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നോക്കാം, ഈ LDF-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഇറക്കിയിരിക്കുന്ന സ്ഥാനാർത്ഥി വളരെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. എൻ കെ പ്രേമചന്ദ്രനോട് എപ്പോഴും ഏറ്റുമുട്ടാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിയായി തന്നെ കെ എൻ ബാലഗോപാലിനെ നമുക്ക് പറയാം. കാരണം അദ്ദേഹം മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ആ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ ആകെ 11 നിയമസഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ 11 ഇടതുപക്ഷത്തിന് ജയിച്ചു കയറാനായി. അത് പ്രത്യേകിച്ച് ഇടതുപക്ഷം എടുത്തു പറയുന്നത് ഈ 7 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ, അവിടെ 7 ഇടത് പ്രതിനിധികളാണുള്ളത്. അവർ ജയിച്ചു കയറിയിരിക്കുന്നു. ആ ഒരു സംഘടനാ സംവിധാനം ഏകീകരിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷത്തിന് ജയിക്കാനായതെന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നേതൃത്വം നൽകിയ ആൾ തന്നെ രംഗത്തിറങ്ങുമ്പോൾ തങ്ങൾക്ക് അനായാസം വിജയിക്കാനാകും എന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത്. രണ്ടുപേർക്കും വലിയ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയ്ക്ക് അനുഗുണമാം ഇതിനുള്ള ഫാക്ടേഴ്സ് അവരുടെ കയ്യിലുണ്ട് താനും. അതാണ് ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ റിപ്പോർട്ടർ അവിടെ നിന്ന്. ഇനി നമുക്ക് ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകണം. മാധ്യമപ്രവർത്തകനായ ജോൺ പി തോമസ്, അദ്ദേഹം എന്താണ് കൊല്ലത്തിന്റെ സാഹചര്യത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് എന്ന് കേൾക്കാം. കൊല്ലം ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള നാടും കോൺസ്റ്റിറ്റ്യുവൻസിയുമാണ്. അതിപ്പോഴെന്നല്ല, പണ്ട് കാലം മുതൽ തന്നെ. അതോടൊപ്പം തന്നെ ആ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാരണം കൊണ്ട് തന്നെ അവിടെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഒരു പഞ്ഞമില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വാക്കുകൾ ഉണ്ടായതും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോടുള്ള ഒരു പ്രയോഗമാണ്, പരനാറി പ്രയോഗമാണ് കേരളത്തിൽ അന്ന് ഏറ്റവും വലിയ പ്രചരണം ഒരു ഘട്ടത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ ഇന്നും കൊല്ലം വളരെ മുന്നിലാണ്. അവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രേമചന്ദ്രൻ്റെ വികസന നേട്ടങ്ങൾ അദ്ദേഹത്തിന് അത് ഉയർത്തി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പം കൊല്ലം 2ാം ടെർമിനൽ, റെയിൽവേ ടെർമിനൽ, ബൈപ്പാസ്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബൈപ്പാസുകളുടെ വികസനം, അല്ലെങ്കിൽ അദ്ദേഹം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ചില ബില്ലുകൾ, ഇപ്പം EPF-മായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ, മികച്ച പാർലമെൻ്ററി എന്ന ഒരു അംഗീകാരം, ഇതൊക്കെ അദ്ദേഹത്തിനുള്ള പ്ലസ് പോയിൻറ്റുകളാണ്. അവിടുത്തെ ഒരു വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് നമുക്കറിയാം. ആ മണ്ഡലത്തിലെ 7 അസംബ്ലി മണ്ഡലങ്ങളും ഇപ്പോൾ ബഹുഭൂരിപക്ഷത്തിൽ LDF-നെതിരാണ്. ഒരു സീറ്റിൽ മാത്രമാണ് 10,000-ൽ താഴെയുള്ള ഭൂരിപക്ഷം LDF-നുള്ള. ബാക്കിയൊക്കെ വൻ ഭൂരിപക്ഷം, 20-ലൊക്കെ പുറത്താണ്, പലയിടത്തും 20-30 ഒക്കെയാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷം പക്ഷേ എപ്പോഴും അത് അങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിനു മുമ്പ് നടന്ന, ഇപ്പോഴത്തെ അല്ല, അതിന് മുമ്പ് ആദ്യം നടന്ന മണ്ഡല പുനഃസംഘടന കഴിഞ്ഞ് നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ അവിടെ പീതാംബരക്കുറുപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ പിന്നീട് വന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതേ നേട്ടം കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എന്നാൽ പ്രേമേന്ദ്രൻ വിജയിച്ചു. പക്ഷേ പ്രേമേന്ദ്രൻ കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒരു മണ്ഡലം പോലും നേടാൻ കഴിഞ്ഞില്ല. മണ്ഡലം നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷത്തിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ കൊല്ലം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളും പ്രതികരണങ്ങളുമാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇനി നമുക്ക് പോവേണ്ടത് രാജ്യ തലത്തിൽ തന്നെ, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലത്തിലേക്കാണ്. അതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്.